നാടകകൃത്തും സാഹിത്യകാരനുമായ കെ മനാഫ് രചിച്ച ഫക്കീർ കഥാസമാഹാരത്തിന്റെ പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് പുസ്തകം പ്രകാശനം ചെയ്യും. ബന്ന ചേന്ദമംഗലം പുസ്തകം ഏറ്റുവാങ്ങും. കവി വീരാൻകുട്ടി അധ്യക്ഷത വഹിക്കും. ഇതോടനുബന്ധിച്ച് പകൽ 2-ന് ഫക്കീർ ചിത്രങ്ങളുടെ പ്രദർശനം നടക്കും. ആർട്ടിസ്റ്റ് മദനൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കെ മനാഫ്, തയ്യുള്ളതിൽ രാജൻ, ഡോക്ടർ എം മുരളീധരൻ, റസാഖ് കല്ലേരി എന്നിവർ പങ്കെടുത്തു. കെ മനാഫിൻ്റെ ഫക്കീർ എന്ന പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനമാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഈ മാസം ഫെബ്രുവരി 8-ാം തീയതി വൈകുന്നേരം 4:30 ടൗൺ ഹാളിന് മുന്നിലുള്ള ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത കവി റഫീഖ് അഹമ്മദാണ് ബന്ന ചേന്ദമംഗലൂരിന് പുസ്തകം നൽകിക്കൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. ഈ പുസ്തകം 17 കഥകളുള്ളൊരു പുസ്തകമാണ് മനാഫിൻ്റെ ഫക്കീർ എന്ന പുസ്തകം. പുസ്തകത്തെക്കുറിച്ച് വളരെ ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ, വായിച്ചപ്പോൾ ശരിക്കും ഒരു വായനക്കാരെന്ന നിലയ്ക്ക് വളരെ അത്ഭുതവും അഭിനന്ദനവും തോന്നിയൊരു പുസ്തകമാണെന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും. കാരണം ഉത്തരാധുനികമായി ബന്ധപ്പെട്ട കഥകൾ അതിമനോഹരമായ രീതിയിലാണ് ആ പുസ്തകത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. 17 കഥകളാണ് അതിലുള്ളത്. നമ്മുടെ ഉത്തരാധുനികയുടെ പ്രധാനപ്പെട്ട സ്വഭാവം മായികമായൊരു അന്തരീക്ഷം, ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് തിരിച്ചറിയാനാവാത്ത രീതിയിലുള്ള മനുഷ്യാനുഭവങ്ങളെ മുൻനിർത്തിയിട്ടാണ് ആ കഥകൾ മിക്കവാറും എഴുതപ്പെട്ടിട്ടുള്ളതെന്നാണ് ഏറ്റവും ആഹ്ലാദകരമായ കാര്യം. അതുമായിട്ടുള്ള പഠനങ്ങൾക്കും ചിന്തകൾക്കും കുറേയധികം പ്രേരിപ്പിക്കുകയും അതിന് ഞാൻ കുറേയധികം സമയം കണ്ടെത്തുകയും മെനക്കെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സൂഫിസം, സൂഫി കവിതകൾ എല്ലാം. ജലാലുദ്ദീൻ റൂമിൻ്റെ കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സൂഫി പുസ്തകങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ആത്മീയതയായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എൻ്റെ ജീവിത രീതിയും ഏതാണ്ട് അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ ആയിരിക്കണം സൂഫിസം ഇതിലേക്ക്. 1-2 കഥകൾ അതിൽ ഈ ഫക്കീർ എന്ന് പറഞ്ഞ കഥയും ഒരു മുസാഫിറിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പേരുള്ള വേറൊരു കഥയുണ്ട്. അത് രണ്ടും ആ ഒരു ഫ്രെയിമിലുള്ള ഒരു കഥകളാണ്.